അടിയിനത്തിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടുള്ള സീഡ്ലിങ്സ് ആണ് ഈ കാണുന്നത്. ഇപ്പം നമുക്കിത് റീപോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടീനിയം പ്ലാന്റ്സിന് എങ്ങനെ നല്ലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കാം എന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് തന്നെ നമുക്ക് സീഡ്ലിങ്സ് റീപോർട്ട് ചെയ്യാനും യൂസ് ചെയ്യാം. പക്ഷേ ഈ സീഡ്ലിങ്സിന് കുറച്ച് ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ആ പോട്ടി മിക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാൽ, നല്ല ഡ്രെയിനേജ് ഹോളുള്ള 4 ഇഞ്ചിൻ്റെ പോട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു അര ഭാഗത്തോളം പോട്ടി മിക്സ് ഫില്ല് ചെയ്യുക. പിന്നെ കുറച്ച് എല്ലുപൊടി ചേർക്കുക. ദെൻ വേപ്പ് മിണ്ണാക്ക് കുറച്ച് ചേർക്കുക. പിന്നെ ഒരു 9-10 ബോൾസ് ഈ ഒരു ഫെർട്ടിലൈസറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് പ്ലാന്റ് പ്ലേസ് ചെയ്ത ശേഷം ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് ടൈറ്റായിട്ട് ഫില്ല് ചെയ്യുക. ഈ ഫെർട്ടിലൈസർ ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് ബസക്കോട്ട. ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ബാലൻസ്ഡ് ആയിട്ടുള്ള NPK ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടി മിക്സിൽ ഇതിൽ കുറച്ച് ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ചും സീഡ്ലിങ്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഒരു 5 to 6 months വരെയൊക്കെ ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആ കാലയളവിൽ നമുക്ക് മറ്റുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. അങ്ങനെ സീഡ്ലിങ്സ് എല്ലാം നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് റെഡിയാവും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.